നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നു. 40 വയസ്സ്. അദ്ദേഹത്തിന് കുറച്ച് നാളായിട്ട് ഒരു ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്. വേണ്ടത്ര ഉദ്ധാരണം കിട്ടുന്നില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രമേഹ രോഗമുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടർക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. ഞാനൊരു 15 കൊല്ലം മുമ്പ് ഈ സ്ഥാപനത്തിൽ വന്ന് ഡോക്ടറെ കണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണെന്ന്, പ്രശ്നം എന്തായിരുന്നു? അന്ന് കല്യാണമൊന്നും കഴിച്ചില്ല. കല്യാണത്തിന് മുൻപായിരുന്നു. എൻ്റെ ലിംഗത്തിൻ്റെ ചെറിയ വളവുണ്ടായിരുന്നു. ആ വളവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് അന്ന് വന്നത്. അന്ന് ഡോക്ടറോട് ഹിസ്റ്ററി എല്ലാം പറഞ്ഞു. ഡോക്ടർ കേട്ടു. അത് കഴിഞ്ഞ് വേറെ ഡോക്ടറുടെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്ന ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഞാൻ ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹം ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഗ്യാരണ്ടിയുടെ പുറത്താണ് ഞാൻ പോയിട്ട് വിവാഹം കഴിച്ചത്. എനിക്കിപ്പോൾ 3 കുട്ടികളുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ വളവ് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ തടസ്സമായിട്ടുണ്ടോ? ഇല്ല, എനിക്കൊരു തടസ്സവും ഉണ്ടായില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് ബന്ധപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിക്കുവാനുള്ള കാരണം, അനവധി ആൾക്കാർ ചെറിയ വളവുകളുമായിട്ട് വരുന്നുണ്ട്. അവർ പറയും, എന്നാണ് ഈ വളവ് തുടങ്ങിയത്? അത് ഡോക്ടറെ ചെറുപ്പത്തിലേ ഉണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ട്. എത്ര വളവുണ്ട്? ഒരു ചെറിയ വളവാണ്. ഈ ചെറിയ വളവെന്ന് പറയുന്നത് എങ്ങോട്ട് വേണമെങ്കിലും ആവാം, മുകളിലേക്കാവാം, കീഴോട്ടാവാം, വശങ്ങളിലേക്കാവാം. അപ്പോൾ എല്ലാ വളവുകളും രോഗമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും മൂക്ക് കറക്റ്റ് 90 ഡിഗ്രി ആംഗിളിൽ നേരെയാണോ ഇരിക്കുന്നത്? ചിലപ്പോൾ ഇടത്തോട്ടൊരു ചെരിവുണ്ടാവാം, വലത്തോട്ടൊരു ചെരിവുണ്ടാവാം, എന്തെങ്കിലും ഉണ്ടാവാം. അതിനർത്ഥം അതെല്ലാം അബ്നോർമലാണെന്നല്ല. മൂക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? ശ്വസനമാണ് നമ്പർ 1. അപ്പോൾ ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ പറ്റുക. 2 ഘ്രാണശക്തി, ഗന്ധമറിയുക. ഈ 2 കാര്യങ്ങളാണ് നാസികയുടെ ധർമ്മം എന്ന് പറയുന്നത്. അത് പാലിക്കാൻ പറ്റിയാൽ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വളഞ്ഞിരുന്നാലും പ്രശ്നമൊന്നുമല്ല. എന്ന് പറഞ്ഞ പോലെ പുരുഷലിംഗത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് 2ആണ്. 1 മൂത്രവിസർജനം, 2 തൻ്റെ ഉള്ളിലുള്ള ബീജത്തെ ഒരു സ്ത്രീയുടെ യോനിയുടെ അകത്തേക്ക് നിക്ഷേപിക്കുക. 3ാമത്തെ ധർമ്മം എന്ന് പറയുന്നത് സെക്ഷൽ പ്ലഷർ അച്ചീവ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾക്കും പ്രശ്നമില്ലെങ്കിൽ ഒരു ചെറിയ വളവുണ്ടെങ്കിലും അതിന് യാതൊരു ചികിത്സയും ആവശ്യമില്ല. അങ്ങനെ ഈ വളവെന്ന് പറഞ്ഞ് ധാരാളം പേരെത്താറുണ്ട്. അവരെയൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരു ചികിത്സയും വേണ്ടതല്ല. ഇത് ഒരു കൺജനിറ്റൽ പെനൈൽ കർവേച്ചറാണ്. പക്ഷേ വേറെ ചില വ്യക്തികളുണ്ട്, കൂടുതൽ വളവുണ്ട്. യൂഷ്വലി ഒരു 30 ഡിഗ്രി ആംഗിളിൽ കൂടിയ വളവുകൾ വരുമ്പോൾ അവർക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ ചെയ്ത് ആ വളവ് കറക്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയും ധാരാളം കേസുകളുണ്ട്. അതിന് പല മെത്തേഡ്സുകളുണ്ട്. ഈ കാവർണോസൽ കറക്ഷനുണ്ട്, പിന്നെ നെസ്ബിറ്റ് പ്ലൈക്കേഷൻ എന്ന് പറയുന്ന പ്ലൈക്കേഷൻ മെത്തേഡുണ്ട്. ചിലത് ടൂണിക്ക അൽബൂജിനി ആയിരിക്കും കറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ വളവുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിസ്സാര വളവിന് വേണ്ടി ചികിത്സ തേടേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് വിവാഹത്തിനൊരു തടസ്സമൊന്നുമല്ല. അങ്ങനെ സംശയമുണ്ടെങ്കിൽ മാത്രം വിവാഹത്തിന് മുമ്പ് പരിശോധിച്ച് നോക്കാം. ഇല്ല എങ്കിൽ അതിൻ്റെയും ആവശ്യമില്ല. പിന്നെ മറ്റു ചില വളവുകളുണ്ട്. പെയ്റോണീസ് ഡിസീസ് പോലെ ഉള്ള ഡിസീസ് വരുമ്പോൾ പെട്ടെന്ന് ലിംഗത്തിൽ വേദന വരും, കല്ലുപോലുള്ള ഒരു ഫീലിംഗ് വരും. ചില സ്ഥലങ്ങളിൽ ഒരു കട്ടിപ്പ് അനുഭവപ്പെടും, കല്ലിപ്പ്. അതോടൊപ്പം ലിംഗം വളഞ്ഞു തുടങ്ങും. ആ വളവ് വർദ്ധിച്ചു വരുന്നതായിട്ടറിയാം. ഉദ്ധരിക്കുമ്പോൾ വേദന വരും. അത്തരം സന്ദർഭങ്ങളിൽ ചികിത്സ ആവശ്യമുണ്ട്. അല്ലാതെ ജന്മനാ ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ചെറിയ വളവിന് വേണ്ടി ചികിത്സ തേടി ഓടേണ്ട കാര്യമില്ല. അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട ആവശ്യവുമില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.